വേണുഗോപാൽ സാർ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചതാണ് ഒരു പക്ഷേ പാകിസ്ഥാന് ശേഷം ചൈനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് ചില ആപ്പുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇന്ത്യ വിലക്കിയിട്ടുള്ളതാണ്. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് എതിരെ തുടർച്ചയായി വാർത്തകൾ നൽകുന്ന പ്ലാറ്റ്ഫോമുകൾ കൂടി നിരോധിച്ചിട്ടുള്ളത്. ആ നിരോധനമടക്കം ഒരു മുന്നറിയിപ്പായി കാണുന്നുണ്ടോ? ആ നിലയിൽ ചൈന അതിനെ നോക്കിക്കാണാൻ സാധ്യതയുണ്ടോ? ചൈന വല്ലാത്ത ഒരു കെണിയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ചൈന പാകിസ്ഥാനെ സഹായിക്കുക വഴി ചൈനയ്ക്ക് മാനനഷ്ടവും ധനഹാനിയും സംഭവിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഒരുപോലെ ലോക ചരിത്രത്തിൽ ചൈനയ്ക്ക് ഇത്ര ദയനീയമായി സംഭവിച്ച സന്ദർഭങ്ങൾ വളരെ അപൂർവമായിരിക്കും. ചൈനയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ഓഹരി വിപണി ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അതായത് ടാരിഫ് പ്രശ്നത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയപ്പോൾ ചൈനയുടെ ഓഹരി വിപണി ഒരുവിധം ഭേദപ്പെട്ട് നിന്നതാണ്. പക്ഷേ ഇന്ത്യൻ ആയുധങ്ങൾ ചൈനീസ് J-10C അതുപോലെ തന്നെ PL-15 മിസൈലുമൊക്കെ അടിച്ച് തകർത്തു എന്ന് വന്നപ്പോൾ, അതുപോലെ തന്നെ SQ-10 ഇതുപോലെ J-17 അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം തകർക്കപ്പെട്ടു എന്ന് വന്നപ്പോൾ ചൈന വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചൈനയുടെ ആയുധങ്ങൾ വാങ്ങിയവരൊക്കെ ആപ്പിലായോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അവരിനി ഞങ്ങളുമായിട്ടുള്ള കരാറിൽ ഏർപ്പെടുമോ എന്ന സംശയത്തിൽ മിക്ക ഡിഫൻസ് സ്ഥാപനങ്ങളും എത്തിച്ചേർന്നു. ഇതോടുകൂടി ചൈന വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതേസമയം ഇന്ത്യക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക അതുപോലെ തന്നെ ഫാർ ഈസ്റ്റ് കൺട്രീസ് എല്ലാം ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങിയാലോ എന്ന ഒരു ചിന്തയിലേക്ക് വന്നിരിക്കുന്നു. ചിലരൊക്കെ ഇപ്പം തന്നെ നമ്മളെ സമീപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ്. ചൈന ഒന്നാമതായി ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ട്രേഡ് US-ഉമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 24 അവരൊരു ഡിഫ്ലേഷൻ്റെ സ്റ്റേജിലാണ് നിന്നിരുന്നത്. ഇതിൽ നിന്നൊക്കെ കരകയറി വരുന്നതിന് അവർ പ്രധാനമായിട്ട് കണ്ടത് ഈ ഒരു യുദ്ധമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നീണ്ടു നിൽക്കുകയും കുറേ പണം അങ്ങനെ അടിച്ചു മാറ്റാമെന്നും IMF നിന്ന് കിട്ടുന്ന പണം ഉൾപ്പെടെ പാകിസ്ഥാൻ വഴി ചൈനയിലേക്ക് എത്തിക്കാമെന്നുമൊക്കെയുള്ള അവരുടെ വ്യാമോഹമെല്ലാം തകർന്നു എന്ന് മാത്രമല്ല, നിലവിലെ അവരുടെ മൊത്തത്തിലുള്ള ആയുധ ട്രേഡിൽ അവർക്ക് ഇടിവ് വന്നിരിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ അത്തരത്തിലുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനു പുറമെ ഏഷ്യൻ കവാടത്തിൻ്റെ കാവൽക്കാരൻ ഇന്ത്യയാണ് എന്ന് ഇന്ന് വെസ്റ്റേൺ മേഖലയിൽ മൊത്തത്തിൽ ഒരു സംസാരം വന്നിരിക്കുന്നു. ചൈനയാണ് ഏഷ്യയിലെ കാവൽക്കാരൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ എയർ, അതുപോലെ തന്നെ നാവിക, കര സേനകളുടെ ഡിഫൻസ് സിസ്റ്റവും അവരുടെ കേപ്പബിലിറ്റിയും കണ്ടപ്പോൾ ഇതൊരു നാലാം ശക്തി മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു ശക്തിയായി ഇന്ത്യ ഉയർന്നോ എന്ന് വെസ്റ്റേൺ കൺട്രീസിന് അതുപോലെ തന്നെ ഫാർ ഈസ്റ്റിലും ഒക്കെ ചിന്തിക്കുന്ന വിധത്തിലേക്ക് മാറിയതും ചൈനയെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഒരു മറയിടാനായിട്ട് ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ആദ്യം ചൈന പറഞ്ഞത് എന്താ അറിയാമോ? ഇപ്പോൾ ചൈന പറയുന്നുണ്ട് ഞങ്ങളുടെ ആയുധങ്ങളൊന്നും അധികമൊന്നും ഞങ്ങൾ പാകിസ്ഥാനിൽ കൊടുത്തിട്ടില്ല എന്ന്. പിന്നെ പക്ഷേ അത് തെറ്റാണ്. കാരണം പാകിസ്ഥാൻ്റെ 81% ആയുധങ്ങളും ചൈന കൊടുത്തവയാണ് എന്നുള്ളതാണ്. അതായത് അവർ ശരാശരി ഓരോ വർഷം കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഇപ്പോൾ കുറച്ച് വെച്ചിരുന്നതാണ്, പക്ഷേ വീണ്ടും അവർ ആയുധക്കോപ്പുകൾ കൂട്ടിയിരുന്നത് മുഴുവൻ ചൈനയിൽ നിന്നായിരുന്നു. ഈ കുത്തക ചൈന നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈന പറയുന്നത് ഞങ്ങൾ അധികമായ ആയുധങ്ങളൊന്നും ഇപ്പോൾ പാകിസ്ഥാന് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഈ ക്ഷീണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം. ഇതിനിടയ്ക്കാണ് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ടാണ് ചൈന അത്ര വലിയ മോശമൊന്നുമല്ല, ഞങ്ങൾ ഇന്ത്യ വേണേലും ആക്രമിക്കാൻ തക്ക അല്ലെങ്കിൽ ഇന്ത്യയെ ചൊടിപ്പിക്കാൻ തക്ക ഒരു ശക്തിയാണെന്നുള്ളതിൻ്റെ ഒരു ചൊറിയലാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ ഈ പേര് മാറ്റം വഴി നടത്തി നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനായിട്ട്. ശരി, ഞാൻ അതിലെ